പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണവുമായി BJP. ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് സൊസൈറ്റി. ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആശുപത്രി വികസനത്തിന് തടസ്സമാണെന്നും സ്ഥാപനത്തെ ആശുപത്രി കെട്ടിടത്തിൽ നിന്നും മാറ്റണമെന്നും BJP പുതുക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോയ് മഞ്ഞളി ആവശ്യപ്പെട്ടു. സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം CPM-ന്റെ നേതൃത്വത്തിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് അതിന്റെ പേരിൽ ഗവൺമെന്റ് ആശുപത്രിയുടെ പേരിലും വളരെയധികം ഫണ്ട് പിരിവും പല കടകളിലും ഈ സംഭാവന ബോക്സ് വെച്ചിട്ട് ഫണ്ട് പിരിവും നടത്തുന്നുണ്ട്. അനധികൃതമായി നടത്തുന്ന ഈ സ്ഥാപനം അവർ വേറെ ഏതെങ്കിലും ബ്ലോക്ക് ഓഫീസിലോ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നടത്തിക്കോട്ടെ. ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കരാർ ലഭ്യമല്ലെന്ന് ആശുപത്രി അധികൃതർ നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നു. പാലിയേറ്റീവ് യൂണിറ്റിലെ ജീവനക്കാർ ഉപയോഗിക്കുന്ന വെള്ളം, വൈദ്യുതി തുടങ്ങി മറ്റു സൗകര്യങ്ങൾക്കൊന്നും ആശുപത്രിയിലേക്ക് ഫണ്ട് ലഭിക്കുന്നില്ലെന്നും താലൂക്ക് ആശുപത്രിയുടെ പേരിൽ സമീപ പ്രദേശങ്ങളിലും സ്ഥാപനങ്ങളിലും ബോക്സ് സ്ഥാപിച്ച് നടത്തുന്ന പണപ്പിരിവിലൂടെയുള്ള വരുമാനം ദുരുപയോഗം ചെയ്യുകയാണെന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു തച്ചങ്കുളം ആരോപിച്ചു. നമ്മുടെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ സർക്കാർ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു പാലിയേറ്റീവ് സെൻ്റർ ഉണ്ട്. അത് ഒരു ഡമ്മിയാക്കി വെച്ചുകൊണ്ട് അവിടെ സുസ്ഥിര പാലിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് സൊസൈറ്റി നടത്തി വരികയാണ് വർഷങ്ങളായിട്ട്. പുതുക്കാട് ആമ്പല്ലൂർ പ്രദേശങ്ങളിലെ കടകളിലെല്ലാം ഉണ്ടിക വെച്ച് കളക്ഷൻ എടുക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ആശുപത്രിയുടെ ഏരിയ അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഒരു വാഹന പാർക്കിംഗ് ഇല്ല, അവിടെയുള്ള ആംബുലൻസ് വരെ പുറത്തിടേണ്ട ആവശ്യങ്ങൾ വരികയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം അവിടെ അനധികൃതമായിട്ട് നടന്നു വരുന്നത്. താലൂക്ക് ആശുപത്രിയുടെ അനുമതിയില്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുവെന്നും BJP നേതാക്കൾ പറഞ്ഞു. അതേസമയം ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ച് 2006 പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റിയുടെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് P. തങ്കം പറഞ്ഞു. മേഖലയിൽ കിടപ്പുരോഗികളും മാരകമായ രോഗങ്ങൾ ബാധിച്ചവരും നിരവധിയുണ്ടായിരുന്ന കാലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മുൻമന്ത്രി C. രവീന്ദ്രനാഥ് MLA ആയിരിക്കെ 3 സർക്കാർ ആശുപത്രി അധികൃതർ ഏർപ്പെട്ട കരാർ നിലവിലുണ്ട്. നിലവിൽ 1000 രോഗികളും 300 കിടപ്പുരോഗികൾക്കും സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റിയുടെ സേവനം ലഭിക്കുന്നുണ്ട്. പൂർണ്ണമായും സേവന സന്നദ്ധരായ ഡോക്ടർമാരും പരിശീലനം നേടിയ നഴ്സുമാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സൊസൈറ്റിയുടെ ആംബുലൻസ്, ഫ്രീസർ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ആശുപത്രിക്ക് വേണ്ടിയാണ്. TCV ന്യൂസ്, പുതുക്കാട്.